മാഡത്തെ കാണാൻ അംബിക വർമ്മ വന്നിട്ടുണ്ട്. ആ ശരി മാഡം, അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ആരാണെന്നേ ഇവളുമാർക്കൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ഇത് അംബിക വർമ്മ, MD-യുടെ അമ്മായിയ. മിനിസ്റ്റർ പ്രതാപ വർമ്മയുടെ ചേച്ചി. വർമ്മ സാറിന് നാണം കെടുത്താനുള്ള ഒരു ചേച്ചി. എവര് വെറും തറയാ. എവര് ദുഷ്ടയാണെന്ന് എനിക്കല്ലേ അറിയൂ. ചെന്ന് കണ്ടോളൂ മാഡം. ഓ, ഇതെന്റെ പേഴ്സണൽ അസിസ്റ്റന്റാ. ഞങ്ങൾക്ക് ഈ സാറിനെ നന്നായിട്ട് അറിയാം അല്ലേ സാറേ? ഓ, അത് നമ്മളന്ന് അവിടെ വെച്ച് അയ്യോ അയ്യോ, ഇനി വാ തുറന്ന ഇതങ്ങ് പൊട്ടിക്കും. രണ്ടെണ്ണത്തിനും കൂടെ ഇവിടെ ഇട്ട് കത്തിക്കും ഞാൻ. മാപ്പാക്കണം മേഡം, മാപ്പാക്കണം. ഞാൻ സദുദ്ദേശത്തോടെയാ ഈ ഓഫീസിലേക്ക് വന്നത്. ഞാൻ ദുരുദ്ദേശത്തോടെ പെരുമാറിയതും ഇല്ലല്ലോ. നിന്റെ സ്ഥാപനങ്ങളെല്ലാം നല്ല നിലയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവളാ ഞാൻ. ഇത് ഒരു ഓഫീസല്ലേ അമ്മായി? ഇവിടെ ചില പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. അതനുസരിച്ചല്ലേ എനിക്ക് പെരുമാറാൻ പറ്റുക. പ്രതാപനെ എന്റെ ആങ്ങളയാ. അവന്റെ മകളാ നീ. അത് നീ മറക്കണ്ട. ആ ഒരു കാര്യം മറക്കാതിരിക്കുന്നതുകൊണ്ടല്ലേ അമ്മായി അമ്മായി മകനും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന. ഓ, അപ്പോ കഴിഞ്ഞ ചില കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ച് നീ എന്നോട് പകരം വീട്ടുക അല്ലേ? ഞാൻ എന്റെ പകരം വീട്ടിലൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. വഴക്കൊന്നും വേണ്ട മോളെ. നിന്റെ മധ്യസ്ഥത വേണ്ട. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഇതൊരു ഓഫീസ്, അത് മറക്കരുത്. ഈ ഓഫീസിലേക്ക് കയറി വന്ന എന്നെ നീ അപമാനിക്കുന്നു. ഈ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ നന്നായി പോണോന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അമ്മായി എന്തിനാ കയറി വന്നേന്ന് വളരെ ക്ലിയർ ആയി എനിക്കറിയാം. എന്റെ അച്ഛന്റെ പെങ്ങള് ചമഞ്ഞ് എന്നെ കയറി മറ്റുള്ളവരുടെ മുൻപില് ഇൻസൾട്ട് ചെയ്യാൻ. അയ്യോ, ഇതെങ്ങനെ കൃത്യമായിട്ട് മോള് മനസ്സിലാക്കി? എന്റെ സെൻസ് മൊത്തം പോയി, ഫുള്ള് ബ്ലാക്ക് ഔട്ടായി. വളരെ സന്തോഷത്തോടെ എന്റെ ആങ്ങളയുടെ മോളുടെ ഓഫീസിലേക്ക് കയറി വന്നതാ ഞാൻ. എന്റെ നന്മകളൊക്കെ ഒന്ന് കാണാൻ. ഇന്നലെ വരെ എന്റെ നന്മകളൊന്നും കാണാൻ ആഗ്രഹിക്കാത്ത അമ്മായി ഇന്നെന്റെ നന്മ കാണാനാണ് വന്നതെന്ന് പറഞ്ഞാ അത് ഞാൻ വിശ്വസിക്കണോ? ഇതിന് ഞാൻ പകരം വീട്ടും. പകരം വീട്ടാൻ വരുമ്പോ 10 ഇരട്ടി തിരിച്ചു കിട്ടുമെന്ന വിചാരത്തോടെ വന്നാ മതി. ആ അമ്മായി, നമ്മൾ തമ്മിലുള്ള ഫൈറ്റൊന്നും ഈ സ്റ്റാഫുകൾ അറിയണ്ട. വേഗം സ്ഥലം വിട്ടോ. ചേട്ടാ, ദേ ഫോട്ടോയില് കാണുന്ന ഈ ആളിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. നോക്കട്ടെ. ഇയാളെ ഞാനും കണ്ടതായിട്ട് ഓർമ്മയില്ല. ശാസ്ത്രികളെ, മനക്കണ്ടുകൊണ്ടൊന്ന് പരി നോക്കിയേ. വലിയ ജ്ഞാനിയാ, ജ്യോതിഷമൊക്കെ അറിയാം. പക്ഷെ അതൊന്നും കച്ചവടമൊക്കെ അറിയില്ല. ദാരിദ്ര്യം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ആള് വളരെ പ്രശസ്തനാ. ഞാൻ പ്രശസ്തനൊന്നുമല്ല, ഒരു യാചകനാ, ഒരു പാവം യാചകൻ. ഈ ഫോട്ടോയിൽ കാണുന്ന ആള് ഏതോ ഒരു തടവറയില്ല. അതെവിടെയാണെന്ന് എനിക്കിപ്പോ പറയാൻ പറ്റുന്നില്ല. ഇദ്ദേഹം പറയുന്നത്
എന്റെ കൺസെപ്റ്റ് വെച്ച് ശരിയാണല്ലോ. മനസ്സലിവുള്ള ഒരാളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതാ ഒരു ചായ എനിക്ക് വാങ്ങിച്ചു തരാമോ എന്ന് ഞാൻ കുഞ്ഞിനോട് ചോദിച്ചത്. കുഞ്ഞെന്നോട് ദയവ് കാട്ടി. പകരം അല്പ സ്നേഹമെങ്കിലും മോന് ഞാനങ്ങോട്ട് തരണ്ടേ? വേണം. ഞാൻ മോന്റെ മുഖം കണ്ടു. മനസ്സിന്റെ കണ്ണാടി തന്നെയാണ് മുഖം. മനസ്സിലുള്ളത് ചിലത് ഞാൻ മോനോട് പറയട്ടെ? പറഞ്ഞോളൂ. പൂർണ്ണചന്ദ്രനില് എന്റെ മുഖം കണ്ട പെൺകുട്ടിയോ? ആ, അതാരാ? ആ പെൺകുട്ടിയെയാ മോൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അവളാണ് മോന്റെ ഭാര്യ. അതൊരു ദേവതയാണ്, രാജകുമാരിയാണ്.